അപ്പോൾ നമ്മുടെ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ വെഹിക്കിൾ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളിതിൻ്റെ ഒരു ചെറിയൊരു മൈൽഡ് വേർഷനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു വേർഷൻ നിങ്ങൾക്ക് തരാൻ പറ്റും യൂട്യൂബിലൂടെ മാത്രമേ ഉള്ളൂ. കാരണം ഈ പ്ലാറ്റ്ഫോമിലൂടെ കുറച്ചൊരു ഡീറ്റെയിലിംഗ് എനിക്ക് തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സീരീസിൽ നമ്മൾ ഒരുപാട് വണ്ടികളെ അന്വേഷിച്ച് നമ്മൾ നടക്കുകയാണ്, വണ്ടികളെ യൂസ്ഡ് പാർട്സ്. അപ്പോൾ നമുക്കറിയാലോ ഇൻഡസ്ട്രിയൽ ഏരിയ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കലവറ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മിത്സുബിഷി കാറിൻ്റെ യൂസ്ഡ് പാർട്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ഭാഗത്ത് മിത്സുബിഷി ഇൻവോൾവ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി മിത്സുബിഷി പജീറോ ആണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് എനിക്ക് അതിൻ്റെ ഒരു പാർട്സ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടി വേണം എന്നാൽ നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇത് കണ്ടെത്തിയത്. അപ്പോൾ ഇത് നമ്മളെ ഇൻഡസ്ട്രിയൽ 6 ഈ ഒരു ഭാഗം കണ്ടെത്താൻ ഇത്തിരി ബുദ്ധിമുട്ടി. ഇതിലെനിക്ക് 2-3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ യൂസ്ഡ് കാർ പാർട്സ് വാങ്ങുന്നു, പിന്നെ ഇത് എവിടെ നിന്നൊക്കെ എത്തുന്നു, പിന്നെ ഇവിടെയുള്ള കാഴ്ചകൾ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ ഒരു കാഴ്ചകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കാണുന്ന വണ്ടികൾ നിങ്ങൾ പജീറോ, അതേപോലെ തന്നെ ഔട്ട്ലാൻഡർ, ഇത്തരത്തിലുള്ള വണ്ടികൾ കൊണ്ടുവന്നിട്ട് പൊളിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ പൊളിക്കുന്ന പാർട്സിൽ ഭാഗങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വണ്ടി കണ്ടില്ലേ നിങ്ങൾ, ഇതിപ്പോൾ ഏകദേശം പൊളിക്കാൻ തുടങ്ങണുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒരു കോലപ്പത്തൊരവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കണ്ടില്ല നിങ്ങൾ, ഇതിൻ്റെ കുറച്ച് പൊളിച്ച പാർട്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഏതാണ് സാധനങ്ങൾ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ പൊളിച്ച് എടുത്ത് വെച്ചെന്ന് എടുത്തു തരും, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള വണ്ടിയിൽ നിന്ന് അവരെടുത്ത് തരും. അപ്പോൾ നമുക്കിതൊക്കെ എവിടുന്ന് എത്തുക നോക്കല്ലേ. ജപ്പാൻ, ഓസ്ട്രേലിയ, US എന്നുള്ള ഭാഗങ്ങളിൽ ടോട്ടൽ ലോസ് ആയിട്ടുള്ള വണ്ടികൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഈ ടോട്ടൽ ലോസ് ആയിട്ടുള്ള വണ്ടികൾ, ചില വണ്ടികൾ ഇവിടെ നമുക്ക് ഓപ്ഷനിലിട്ടിട്ട് നമുക്ക് വിൽക്കാൻ നമുക്ക് കിട്ടും. ഒരു ഭാഗം വണ്ടികൾ സ്ക്രാപ്പിലേക്ക് പോകും. അപ്പോൾ 2 കാറ്റഗറി ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്കറിയാമല്ലോ ഇൻഡസ്ട്രിയൽ ഏരിയ 6 ഒരുപാട് വണ്ടി ഓപ്ഷൻസ് ഉണ്ട്. അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യണ ഇത്തരത്തിലുള്ള വണ്ടികളാണ് നമ്മൾ ലേലം വിളിച്ചിട്ട് ഞാനടക്കമുള്ള പല ആളുകളും ഇവിടെ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വണ്ടികളാണ്. അപ്പോൾ ആ ഒരു വണ്ടികൾക്കുള്ള ബേസിക് മെക്കാനിക്കൽ വർക്ക് നമ്മൾ ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നിങ്ങൾ കാണാം. ഒരുവിധം വണ്ടികളൊക്കെ ആക്സസിൻ്റെയും ഇതിൻ്റെയൊക്കെ ബമ്പറാണ് ഇവിടെ ഈ ഒരു ഡിസ്പ്ലേക്ക് വെച്ചത്. കാരണം ഷോപ്പിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ്. പിന്നെ നമ്മൾ അകത്തോട്ട് നമ്മൾ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എൻജിനുകൾ, അതേപോലെ തന്നെ ഫാൻ ബെൽറ്റ്, റേഡിയേറ്റർ എന്നുള്ള പല സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആളൊന്ന് പരിചയപ്പെട്ട് നോക്കട്ടെ. നമുക്ക് हमारे साथ पजीरो है, मंटीरो है, मंटीरो 18 से 22 तक मॉडल है। दूसरा लंसर है, लंसर 8 मॉडल से 17 मॉडल तक है। और आउटलैंडर है 5 मॉडल से 24 मॉडल तक है हमारे साथ। आपका दुकान थोड़ा अंदर है, इसलिए मैं थोड़ा ढूंढने के लिए मुश्किल हो गया। फिर उधर एक नंबर मिला, वो सामने बोर्ड के सामने है, मदीना का सामने, मदीना वाला। वो इधर एक आग लगा हुआ का सामने, फिर मैं इधर आ गया। ये मदीना वाला इधर सही। और दूसरा गाड़ी A6 है 10 मॉडल से 22 मॉडल तक है हमारे साथ। 22 इंग्लिश में क्या है? 22 22 मॉडल तक। हाँ, उसका सब सामान मिलेगा, सब सामान। वो पजेरो का भी, पजीरो का, मंटीरो का, लंसर का, मेराज का, अतराज, ये सब गाड़ी का मिल ये जाएगा। गाड़ी किधर से आता है? सबका ये जापान से, ऑस्ट्रेलिया से और सिंगापुर से से जाते हैं। वो कंटेनर से आते हैं, आप कंटेनर से गाड़ी, बनाते हैं। हाँ गाड़ी लेके हाँ। फिर उधर से स्क्रैप बनाकर। हाँ, इसकी इधर इसका बना। അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനോട് ഏകദേശം കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക എഞ്ചിനാണ്. എഞ്ചിൻ ഒരുവിധം വണ്ടികളെല്ലാ എഞ്ചിനും സ്റ്റോക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഷോക്ക് അബ്സോർബുകൾ, പിന്നെ നമ്മൾ ലോവർ ആം, അപ്പർ ആം, അതേപോലെ തന്നെ നമ്മളെ സ്പ്രിങ്ങുകൾ. അപ്പം നമ്മളൊരു വണ്ടി നമ്മൾ യൂസ്ഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല മെക്കാനിക്കിൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പം അവരോട് നമ്മൾ ചോദിച്ചു നോക്കാം. അവർ നമ്മളെ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു 5-8 സാധനങ്ങൾ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും ഈ ഒരു സാധനം നിങ്ങൾ യൂസ്ഡ് മാറ്റിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പുതിയ തന്നെ വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാൽ മതി. അപ്പോൾ എന്നുള്ള ഒരു നല്ലൊരു മെക്കാനിക്കിൻ്റെ ഉപദേശം കിട്ടിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് വരാൻ ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് സാധനങ്ങൾ നമുക്കറിയാലോ, ഈ വണ്ടിയുടെ കാലപ്പഴക്കം എത്രയെന്നോ, ഇത് എത്ര രീതിയിൽ മാറ്റിയ സാധനമെന്നോ, ഇതിൻ്റെ ഒരു കാര്യം, ഒരു ഐഡിയ നമുക്കുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പം അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇത്ര ദിവസം ഗ്യാരണ്ടി ഞങ്ങൾ ഇതിന് തരുന്നുണ്ട്, 3 दिन से 10 दिनത്തെ ഗ്യാരണ്ടി ഇതിന് തരുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം എൻജിൻ അടക്കമുള്ള സാധനങ്ങൾ നിങ്ങളിവിടെ വന്ന് വാങ്ങുമ്പം നമുക്ക് ആ ഒരു ഗ്യാരണ്ടി നമുക്ക് മസ്റ്റാണ്. പിന്നെ ഈ ഒരു നമ്മളെ സീരീസിൽ നമ്മൾ ആദ്യം ഇൻവോൾവ് ചെയ്തത് മിത്സുബിഷിയുടെ വണ്ടികളെ പാർട്സാണ്. മിത്സുബിഷിയുടെ എൻജിൻ മുതൽ എല്ലാ പാർട്സും ഇവിടെ നമുക്ക് കിട്ടും.
അപ്പോൾ നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ വണ്ടീനെ നമ്മൾ 3 ഭാഗമാക്കി തരംതിരിക്കാൻ നോക്കി. പക്ഷേ അതിൽ ഒരർത്ഥമില്ല എനിക്ക് തോന്നി. കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻറ്റും കംഫർട്ടബിളും ഓരോ വണ്ടികളെ പാർട്സ് എവിടെ കിട്ടും എന്നുള്ളത് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പാർട്സിൽ നമ്മൾ മിത്സുബിഷി മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. മിത്സുബിഷിയുടെ അവർ നേരത്തെ പറഞ്ഞതെന്ന് കേട്ടില്ലേ, ഒരുവിധം എല്ലാ വണ്ടികളുടെ പാർട്സും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു പാർട്ട് ഓഫ് വീഡിയോയിൽ നമ്മൾ വേറൊരു വണ്ടി, ഉദാഹരണത്തിന് ടൊയോട്ട ആണെന്നുണ്ടെങ്കിൽ ടൊയോട്ട കൊറോള, ക്യാംബ്രി, അപ്പോൾ ഇതൊക്കെ തരംതിരിച്ച് വേറെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യണം. എങ്കിൽ എനിക്ക് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന വണ്ടികൾ ടൊയോട്ടൻ്റെ വണ്ടികളാണല്ലോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കൊന്ന് കാണാം. അപ്പോൾ നമ്മൾ സൈനിങ് ഓഫ് ചെയ്യാണ്. ഇതാണ് ഇവരെ ഓഫീസ്. അപ്പോൾ ഈ ഒരു കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഇവരെ കണക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.